നമസ്കാരം. ഒരു വീഡിയോ ഇടാൻ കാരണേ എല്ലാ പ്രാവശ്യം പന്നി കളഞ്ഞതിൻ്റെ വീഡിയോ ഇടാറ്. അപ്പോൾ ആൾക്കാർക്ക് മടുത്തു തുടങ്ങി പന്നി കളഞ്ഞതിൻ്റെ വീഡിയോ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇടാൻ കാരണം ഇപ്രാവശ്യം പന്നി 5-10 വാഴ കളഞ്ഞു, 10-15 വാഴ കളഞ്ഞു. മൊത്തം ഒരു 100 ചില്ലറ വാഴയായി എൻ്റെ പോകുന്നു. അപ്പോൾ ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ആഴ്ച വാർത്തയിലൊക്കെ കണ്ടു, തിരുവനന്തപുരം ജില്ലയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആളുകൾക്ക് ഇടയിലേക്ക് വന്നൊരു മുള്ളംപന്നീനെ തല്ലി കൊന്നു. ആ പാവം അല്ലാതെ എന്താ ചെയ്യുക? ആ പാവം ഷൂട്ടറെ വിളിച്ച് വരുമ്പോഴേക്കും പന്നി ആൾക്കാരെ അപകടപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആൾക്കാർ ചെയ്യാൻ കഴിഞ്ഞാൽ അതന്നെ അത് ചെയ്തു, അങ്ങനെക്കെതിരെ കേസായി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഈ കൃഷി നശിപ്പിക്കുന്ന പന്നി നമ്മുടെ പാടശേഖര സമിതിയിലത്തെ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ കാവലിരുന്നു. ഷൂട്ടർമാരെ വിളിക്കാം, കാവലിരുന്ന് സമയം കണ്ടെത്താൻ പറഞ്ഞിട്ട് കാവലിരുന്നു. 5 ദിവസം കാവലിരുന്നു ഞാൻ, പുലർച്ചെ 3 മണി വരെ. ഒരു പന്നിനും കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പന്നിയുടെ ശല്യം വന്നു. അങ്ങനെ അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ എങ്ങനെ കാവലിരുന്ന് സമയം കണ്ടുപിടിക്കുന്നു? ചില സ്ഥലത്തൊക്കെ കിട്ടുന്നുണ്ട്, നമ്മുടെ അവിടെ അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ പല പല ബുദ്ധിമുട്ടുകളുണ്ട് കർഷകർക്ക്. എല്ലാ കർഷകർക്കും വേണ്ടിയാണ് പറയുന്നത്. അപ്പം നമ്മൾ നിയമങ്ങൾ മാറ്റി ഗവൺമെൻറ് കർഷകരെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. അല്ലെങ്കിൽ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ഞങ്ങൾ വാഴയുണ്ട്, നെല്ലും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ വാഴ ഒരു 100 ചില്ലറ വാഴൻ്റെ നശിപ്പിച്ചു. ഇപ്പോൾ പന്നി കളഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ല, ഇൻഷുറൻസ് ആക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇതൊരിക്കലും ആയിട്ടില്ല. ഇതൊന്ന് പറയണമെന്ന് തോന്നി. എല്ലാ കർഷകർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു നടപടി ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.